ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന ഇതാണ്: നമ്മെ മാനിക്കുന്ന ദൈവം. നമ്മുടെ ഈ ദിവസങ്ങളിലെ, ഈ നാളുകളിലെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏത് വിധത്തിലും ആയിക്കോട്ടെ, ഏത് അനുഭവത്തിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മെ മാനിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. നമ്മെ അവസ്ഥകൾക്ക് വ്യത്യാസം തരുന്ന ഒരു കർത്താവുണ്ട്. തുടക്കത്തിൽ തന്നെ ഈ ദൂതിനെ നിങ്ങളോട് കൈമാറുന്നു. ആ വചനം നിങ്ങളോട് കൈമാറി തുടർന്ന് മിനിറ്റുകളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് തന്ന ദൈവത്തിൻ്റെ വചനം, ആലോചന ഇതാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള ആ വചനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. അവിടെ വചനം ഇങ്ങനെ പറയുന്നു: എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വചനങ്ങളൊന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. അതായത് ശമൂവേൽ വളർന്നു, കർത്താവ് അവനോട് കൂടെ ഇരുന്നു, കർത്താവിൻ്റെ വാക്കുകളൊന്നും വൃഥാവാക്കാൻ കർത്താവ് അനുവദിച്ചില്ല. ശമൂവേൽ യഹോവയുടെ പ്രവാചകൻ എന്ന് ദാൻ മുതൽ ബേർഷേബ വരെയുള്ള എല്ലാ ഇസ്രായേലിലും സ്ഥിരീകരിക്കപ്പെട്ട ഒരു വസ്തുതയായിരുന്നു. എല്ലാവരും സ്ഥിരീകരിക്കപ്പെട്ട ഒരു വസ്തുതയായിരുന്നു. യഹോവ ശീലോവിൽ വെച്ച് തൻ്റെ വചനത്തിലൂടെ ശമൂവേലിനെ തന്നെ വെളിപ്പെടുത്തി. യഹോവ പല ആവർത്തി ശീലോവിൽ വെച്ച് അദ്ദേഹത്തിന് പ്രത്യക്ഷനായി. ഇവിടെ നമ്മൾ വായിച്ച വചനം ഇതാണ്: ശമൂവേൽ വളർന്നു, ദൈവം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളും വചനങ്ങളും ഒന്നും നിഷ്ഫലമായി, ഫെയിലായി പോയില്ല. എല്ലാം ദൈവം നിറവേറ്റി. ഈ ശമൂവേൽ ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഇസ്രായേൽ വിശ്വസ്ത പ്രവാചകനായി മാർക്ക് ചെയ്യത്തക്കവണ്ണമുള്ള ഒരു പ്രവാചകനായി ദൈവം ശമൂവേലിനെ മാറ്റി. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് അതിശക്തമായ നിങ്ങളുടെ ജീവിതത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന. ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം ഇരുന്ന് അവൻ്റെ കാര്യങ്ങളെല്ലാം കൃതാർത്ഥി അവനെ വിജയിച്ച് മറ്റുള്ളവരുടെ അറിയപ്പെടുന്ന രീതിയിൽ ഒരു അനുഭവം അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ പ്രത്യക്ഷത അവന് ലഭിച്ചു. അങ്ങനെ പല പ്രാവശ്യം ദൈവിക ഇടപെടൽ, ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ, ദൈവമായിട്ടുള്ള കൂട്ടിമുട്ടലുകൾ, ദൈവത്തിൻ്റെ ആലോചനകൾ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി. ഇന്നെൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഈ വചനത്തിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചിന്തിക്കാം. അങ്ങനെ ഒന്ന് ചിന്തിച്ച് ഈ ദൂതിനെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ഭയങ്കര അനുഗ്രഹമാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നിശ്ചയമായിട്ടും മാറ്റും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ശമൂവേലിൻ്റെ ജീവിത അനുഭവം തുടങ്ങുമ്പോൾ ആ അധ്യായം 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരി. അവളുടെ ഗർഭം അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തലമുറയില്ലായിരുന്നു. പ്രതിയോഗി ഭയങ്കരമായി മുഷിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോകുന്നു. അപ്പം പ്രതിയോഗി എതിര് നിൽക്കുന്നത് മുഷിപ്പിക്കാൻ തുടങ്ങി. എപ്പോഴൊക്കെ, പ്രത്യേകിച്ച് ആലയത്തിൽ പ്രാർത്ഥിക്കാനൊക്കെ അങ്ങോട്ട് ചെല്ലും പോകുന്ന ദിവസങ്ങളിൽ നാളെ മനസ്സിനെ മടിപ്പിക്കുന്ന രീതിയിൽ പറയാൻ തുടങ്ങും. പലപ്പോഴും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളും അനുഭവിച്ചിട്ടുള്ളല്ലേ? ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ഒന്ന് ആശ്വാസത്തിന് വേണ്ടി, ഒന്ന് ദൈവകൃപയ്ക്ക് വേണ്ടി, ഒന്ന് സമാധാനത്തിന് വേണ്ടി ദൈവസന്നിധിക്ക് ഓടി ചെല്ലുമ്പോൾ ആ സമയത്ത് മറ്റെന്തിനേക്കാൾ അപ്പുറമായി കൂടുതൽ നമ്മെ കളിയാക്കുന്ന, നമ്മെ ഒറ്റപ്പെടുത്തുന്ന എത്ര അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്, എന്തിനാ ദൈവസന്നിധിയിൽ പോകുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് എന്തോ കിട്ടും, എന്താ പ്രയോജനം, ഇതുവരെയും ഒന്നും നടന്നില്ലല്ലോ, ഇതുവരെയും എല്ലാം അടഞ്ഞിരിക്കുവാണല്ലോ എന്നിങ്ങനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നോക്കി പലരും പറയാറില്ലേ? ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന അനേകരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ പോകുന്നത്, എന്തിനാ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ മടിപ്പിക്കുന്ന ചില മണ്ഡലങ്ങളിൽ നിൽക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൽ ഒരു ദൂത് നിങ്ങളെ നോക്കി വിളിച്ചു പറയാണ്: നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം പ്രവർത്തിപ്പാൻ
വിശ്വസ്തനാണ്. അങ്ങനെ ഹല്ലേലൂയ വളരെ വേദനയോടെ ഹല്ലേലൂയ ആലയത്തിൽ പോകുമ്പോഴൊക്കെ മുഷിപ്പിച്ചുകൊണ്ടിരുന്നു. അതിന്റെ റിസൾട്ട് എന്താ പറയാ, അവൾ കരഞ്ഞു പട്ടിണി കിടന്നു. അപ്പൊ ഹന്ന എന്ന് പറയുന്ന സഹോദരി ആഹാരം പോലും വേണ്ട, കരച്ചിൽ, നിരന്തരമായി കരച്ചിൽ, പട്ടിണി കിടക്കുന്ന അവസ്ഥ, ഒന്നിലും ഒരു ആശ്വാസം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ. അവിടെ ഭർത്താവായി എൽക്കാന അവളോട് പറയുന്നു, നീ കരയുന്ന എന്തിനാണ്? അല്ല, 10 പുത്രന്മാരെക്കാൾ അപ്പുറം ശ്രേഷ്ഠമായി ഞാൻ നിനക്ക് ഉണ്ടല്ലോ, ഞാൻ നല്ലവനായി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എൽക്കാനയായ ഭർത്താവ് ഹന്നെ ആശ്വസിപ്പിക്കാൻ പല പ്രാവശ്യം നോക്കുന്നുണ്ട്. എങ്കിലും അവൾ പട്ടിണി കിടന്ന് കരയുന്ന ഒരു അനുഭവം. അപ്പൊ അങ്ങനെ വളരെ പെയിൻഫുള്ളായ ഈ അധ്യായം തുടങ്ങുമ്പോൾ ഒരു സഹോദരന്റെ ജീവിതത്തിൽ ഉടയപ്പെട്ട, ജീവിതത്തിൽ കുത്തുവാക്ക് കേൾക്കുന്ന പെയിൻഫുള്ളായ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നം മാത്രമല്ല നമ്മളെ പ്രശ്നത്തിൽ ഒത്തിരി വേദനിപ്പിക്കുന്നത്. ആ പ്രശ്നത്തിന്റെ മധ്യത്തിൽ മറ്റുള്ളവരുടെ റെസ്പോണ്ട്, മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ പലപ്പോഴും നമ്മെ ആഴത്തിൽ മുറിവേൽപ്പിക്കാറുണ്ട്. ആഴത്തിൽ നമുക്കൊരു ഭയങ്കരമായ വേദന ഉണ്ടാക്കാറുണ്ട്. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആരുടെയൊക്കെയോ ജീവിതത്തിൽ തുടർന്ന മിനിറ്റുകൾ കേൾക്കുന്നവരോട് വിളിച്ചു പറയാൻ, ഇതുപോലെ നിങ്ങളെ ഈ ശബ്ദം അതിനെ ദൈവാത്മാവ് കേൾപ്പിക്കുന്നത്, ഇതുപോലെ ചില പ്രതിസന്ധിക്കകത്ത്, ഇതുപോലെ ചില വേദനയ്ക്കകത്ത് നിങ്ങളായിരിക്കുമ്പോൾ വല്ലാതെ ഭാരപ്പെട്ട്, വല്ലാതെ പ്രയാസപ്പെട്ട്, ജീവിതത്തിൻ്റെ അകത്ത് ഒറ്റപ്പെടുന്ന ചില അനുഭവത്തിൽ നിൽക്കുന്ന ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏത് മേഖലയിൽ കൂടെ കടന്നു പോകുന്ന അനുഭവമായിക്കോട്ടെ, ആ പെയിൻഫുൾ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഈ വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്രയും പെയിൻഫുള്ളായ, എല്ലാം അടയപ്പെട്ട ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹന്ന എന്ത് ചെയ്തെന്ന് അറിയാമോ? 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൾ ആലയത്തിലേക്ക് ചെന്ന് ഹല്ലേലൂയ, അവിടെ ചെന്ന് മനോവ്യസനത്തോടെ യഹോവയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. 1-10 അറിയാം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ചില ഡിലേകൾ ഫേസ് ചെയ്യുമ്പോൾ, ഡിസപ്പോയിൻമെന്റ്, നിരാശകൾ വരുമ്പോൾ, എന്തും ആയിക്കോട്ടെ കംപ്ലൈൻറ്റ് ചെയ്യല, പകരം നിരന്തരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ മുമ്പിൽ പല ഫെയിലിയർ കാണും, കാലതാമസം, ഡിലേകൾ കാണും. അതെല്ലാം നിരാശയ്ക്കകത്തും പരാജയത്തിനകത്തും നമ്മൾ കൊണ്ടു നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. ആ സമയത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഗുണവും ഉണ്ടാകത്തില്ല. പകരം എന്തു ചെയ്യണം? പ്രേ, സ്ഥിരതയോടെ നമ്മൾ പ്രാർത്ഥിക്കാം. ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. ആ കണ്ണുനീരുണ്ടല്ലോ, അതൊരു വിത്താണ്. നാളുകളുടെ മിറക്കിളിൻ്റെ, അത്ഭുതത്തിൻ്റെ വിത്താണ് ആ കണ്ണുനീർ. വിശ്വസിക്കുന്നവർ ഒന്ന് ആമീൻ പറഞ്ഞ്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇപ്പോൾ ലൈവായി എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആമീൻ പറഞ്ഞ് ഈ ദൂതിനെ ഒന്ന് സ്വീകരിച്ചേ. അല്ലെ, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഓണായി വരുന്നില്ലെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ തന്നെ ആ കമൻറ്റിൽ ചില മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടാൻ പറ്റും. ഈ വചന ശുശ്രൂഷയാണല്ലോ, നിങ്ങൾ ചേർന്ന് ഈ വചനത്തെ ഒന്ന് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ കർത്താവിന് പ്രവർത്തിപ്പാൻ സാധിച്ചിരിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ നിരാശകളും, ഇന്നത്തെ ഡിലേകളും, ഇന്നത്തെ അനുഭവങ്ങളും നിങ്ങളെ ഒരു വല്ലാത്ത വേദനയ്ക്കൂടെ കടന്നുപോയി പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ പ്രേ, ഹല്ലേലൂയ, ആ പെയിൻഫുൾ സിറ്റുവേഷനിൽ കംപ്ലൈൻറ്റ് പറയാതെ കർത്താവിന്റെ സന്നിധിയിൽ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഈ കണ്ണുനീരുകൾ നാളത്തെ അത്ഭുതങ്ങളുടെ വിത്തുകളാക്കി എൻ്റെ ദൈവം നിശ്ചയമായി മാറ്റിയിരിക്കും. ഹല്ലേലൂയ. ഹന്ന ആലയത്തിൽ ചെന്ന് മനോവ്യസനത്തോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഒറ്റപ്പെടുത്തലായിക്കോട്ടെ, വല്ലാത്ത സാഹചര്യങ്ങളായിക്കോട്ടെ, വേദനകളായിക്കോട്ടെ, പ്രിയപ്പെട്ടവരെ കുത്തുവാക്കുകളായിക്കോട്ടെ, നിരാശകളാകട്ടെ, ഡിലേകളാകട്ടെ, പരാജയങ്ങളാകട്ടെ, പല കാലതാമസങ്ങളായിക്കോട്ടെ, വട്ടപ്ര സിറ്റുവേഷൻ, ഏത് അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ മുമ്പിൽ കടന്നു പോകുന്ന അനുഭവമായിക്കോട്ടെ, ഓടി ഹന്നായെപ്പോലെ ദൈവസന്നിധിയിലേക്ക് വരിക. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പകരുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 91 ഹല്ലേലൂയ 14-ഉം 15 മനുഷ്യ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനമാണ്. സങ്കീർത്തനം 91 14, 15 ഇങ്ങനെ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം, ഹല്ലേലൂയ, ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ വിടുവിക്കുന്ന
ഒരു നല്ല കർത്താവുണ്ട്. അവൻ എൻ്റെ നാമത്തെ അറിഞ്ഞിരിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ഹല്ലേലൂയ ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതത്തെ നിശ്ചയമായി ചെയ്തിരിക്കും. എന്നിട്ട് 91:15 ഇങ്ങനെ ബൈബിൾ പറയുന്നു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും, ഞാൻ അവനെ വിടിവിച്ച് മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. കഷ്ടകാലത്ത് അവൻ എന്നോട് ചേർന്ന് ഇരിക്കും. ആ കഷ്ടകാലത്ത് ചേർന്നിരിക്കുമ്പോൾ ഞാൻ അവനെ വിടിവിച്ച് മഹത്വപ്പെടുത്തും. അപ്പം വിഷയം എന്തുമായിക്കോട്ടെ, പ്രശ്നം എന്തുമായിക്കോട്ടെ, പ്രതിസന്ധി എന്തുമായിക്കോട്ടെ, ഓടി കർത്തൃപാദപീഠത്തിൽ ഓടി ദൈവസന്നിധിയിൽ വന്നണയാൻ തയ്യാറായ ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ വിടിവിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഓടി ദൈവസന്നിധിയിൽ വന്ന് ഒരു നേർച്ച കരയേറ്റിയാണ്. ഹല്ലേലൂയ. കർത്താവേ, അതിന്റെ 11-ാം വാക്യം പരിശോധിക്കുമ്പോൾ അറിയാം. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവത്തോട് കർത്താവോട് പ്രാർത്ഥിക്കുക. അടിയന്റെ സങ്കടത്തെ നോക്കി ദൈവം അടിയനെ ഒന്ന് ഓർക്കണം. ഞാൻ സങ്കടത്തിൽ കൂടെ കടന്നു പോവുകയാണ്, വല്ലാത്ത പെയിൻഫുൾ ആണ്, അടിയനെ ഒന്ന് ഓർക്കണമേ. ഹല്ലേലൂയ. ഓർത്ത് ഹല്ലേലൂയ എനിക്കൊരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ ഞാൻ ഹല്ലേലൂയ അതിനെ ജീവപര്യന്തം യഹോവയ്ക്ക് ഹല്ലേലൂയ ഡെഡിക്കേറ്റ് ചെയ്യും, നിവേദിക്കുമെന്ന് ഹല്ലേലൂയ ഒരു തീരുമാനം എടുത്തു. ഹല്ലേലൂയ. അപ്പൊ ഉള്ളം കൊണ്ട് കർത്താവെ, അടിയനെ മറക്കാതെ എനിക്കൊരു വിടുതൽ തന്നാൽ ഹല്ലേലൂയ ഞാനത് ദൈവനാമ മഹത്വത്തിനായി സമർപ്പിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് പിറുപിറുക്കാതെ, കംപ്ലൈന്റ് ചെയ്യാതെ, പകരം ആ പെയിൻഫുൾ സിറ്റുവേഷനിൽ സ്ഥിരതയോടെ ദൈവസന്നിധിയിൽ വന്ന് നാം പ്രാർത്ഥിക്കുക. അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി തീരും. അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ദൈവസ്ഥലം കർത്താവെ, അതൊരു നന്ദി കരേറ്റാണ്. കാരണം വിടുതൽ കിട്ടിയാലും ഞാൻ അങ്ങേ മറക്കത്തില്ല എന്ന് പറഞ്ഞ് കർത്താവ് എനിക്ക് ആ ഒരു ദൈവപ്രവൃത്തി ചെയ്താൽ, ഞാൻ ആ തലമുറ എനിക്ക് തന്നാൽ, അടിയനെ ഓർത്താൽ ഹല്ലേലൂയ അത് ദൈവനാമ മഹത്വത്തിനായി ദൈവസന്നിധിയിൽ ഞാൻ അതിനെ ഡെഡിക്കേറ്റ് ചെയ്യും. ഹല്ലേലൂയ. ഇന്നെന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഒരു നിയോഗം തോന്നുന്നുണ്ടോ? കർത്താവെ, എൻ്റെ ഇന്ന വിഷയത്തിൻ്റെ അകത്ത് അങ്ങ് എനിക്ക് ഇന്നൊരു വ്യത്യാസം ചെയ്താൽ, അങ്ങയുടെ ദൈവപ്രവൃത്തിക്കായി ഹല്ലേലൂയ ഞാൻ ഇന്നത് നേരും, ഇന്നത് കർത്താവ് ഞാൻ അത് ചെയ്യും, എനിക്ക് ഇന്നൊരു നന്മ തന്ന, ഇന്നൊരു ദൈവപ്രവൃത്തി എൻ്റെ കർത്താവ് എനിക്ക് ചെയ്താൽ ഞാൻ നിശ്ചയമായി പിന്നീട് മറന്നു കളയത്തില്ല. ഹല്ലേലൂയ. നന്ദിയില്ലാത്തതായി തീരത്തില്ല. പിന്നെ എൻ്റെ കഴിവ്, എൻ്റെ മിടുക്കൊന്നും ഞാൻ പറയത്തില്ല, അങ്ങ് തന്നതാണ്, അങ്ങയുടെ ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവമേ എന്ന് പറഞ്ഞൊരു തീരുമാനമെടുത്താൽ ഞാൻ പറയുന്നു, ദൈവം അതിനെ ഓർക്കുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. അന്ന വന്ന് കരഞ്ഞു പറയുക മാത്രമല്ല, വിഷയം പറയാൻ മാത്രമല്ല, അടിയനെ ഓർത്താൽ, ആ വിടുതൽ കിട്ടിയാൽ ഞാൻ ഇന്ന വിഷയം കർത്താവെ ചെയ്തിരിക്കും. ഹല്ലേലൂയ. ആ തലമുറ നിനക്കായി നിവേദിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലയത്തിൽ ഹല്ലേലൂയ ഏലി അവളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. കാരണം എന്താ പറയുന്നതെന്ന് ഏലിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ലഹരി പിടിച്ച് എന്തൊക്കെയോ ഈ ഹന്ന പറയുന്ന പോലാണ് ഏലി പുരോഹിതന് തോന്നിയത്. സാധാരണ ഏലി പുരോഹിതൻ കാണുന്നതല്ല ഇപ്പോൾ അവിടെ കാണുന്നത്. ആരെങ്കിലൊക്കെ ഒന്ന് നേർച്ച കരയുന്നതോ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു പോകുന്നതൊക്കെ ഏലി പുരോഹിതനല്ലേ ആലയത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഇപ്പോൾ കാണുന്നത്. ഹന്നയെ ശ്രദ്ധിച്ചു നോക്കി, കാരണം ഒന്നും മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. ഏലി നോക്കുമ്പോൾ ഈ ലഹരി പിടിച്ച് വീഞ്ഞു കുടിച്ച് കിക്കായി എന്തൊക്കെയോ പറയുന്ന പോലെ തോന്നിയത്. ഹല്ലേലൂയ. അപ്പോൾ ഏലി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ ലഹരി പിടി? അപ്പോൾ പറയുന്നുണ്ട്, ഹല്ലേലൂയ, അല്ലയോ യജമാനനെ, ഹല്ലേലൂയ, ഞാൻ വീഞ്ഞോ മദ്യം ഒന്നും കുടിച്ചതല്ല. ഹല്ലേലൂയ. യഹോവയുടെ സന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകത്രേ. ഞാൻ മനോവ്യസനമുള്ള സ്ത്രീയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മൈൻഡ് വേദനയോടിരിക്കുക, എൻ്റെ മനസ്സ് തകർന്നിരിക്കുക, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീയാണ്. നിങ്ങൾ കണ്ടതുപോലെ വീഞ്ഞു കുടിച്ച് മദ്യപിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്ന പോലെ അല്ല ഇത് എൻ്റെ ദൈവസന്നിധിയിൽ, അപ്പൻ്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ പകരുന്ന അനുഭവമാണ്. ഇന്നെൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷമം എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിരാശകൾ എന്തുമായിക്കോട്ടെ, വല്ലാതെ വിഷമിക്കുന്നവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരോട് പറയുന്നു, ഹല്ലേലൂയ, പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ വേദനയുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ പോലും നിങ്ങൾക്ക് വാക്കുകൾ പ്രിയപ്പെട്ടവരെ കിട്ടുന്നില്ലായിരിക്കാം. പക്ഷെ എങ്കിലും ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നു പ്രാർത്ഥിച്ചോ, വെളിയിൽ ആർക്കും മനസ്സിലായില്ലെങ്കിലും, വാക്കുകളുടെ ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിലും, ഉള്ളം ദൈവസന്നിധിയിൽ പകർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് ഒരു പാത്രത്തിലെ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് പകരുന്ന പോലെ ഉള്ളിലെ വേദനകൾ, ഉള്ളിലെ ബുദ്ധിമുട്ടുകൾ എല്ലാം ദൈവസന്നിധിയിലേക്ക് പകർന്ന് ഹല്ലേലൂയ ഹന്ന പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഹൃദയം
പകർന്നു. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, നമ്മൾ പല ഫേസസ്, പല ജീവിതത്തിനകത്ത് പല അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, അത് ഡിലേകളാകാം, താമസങ്ങളാകാം, നിരാശകളാകാം, പരാജയങ്ങൾ, ഇതിലൊക്കെ ഫേസ് ചെയ്യുമ്പോൾ അത് കംപ്ലൈൻറ്റ് ചെയ്ത് പോകാതെ പകരം സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഇന്നത്തെ കണ്ണുനീർ ഒരു സീഡാണ്, നാളത്തെ അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിത്ത് ആയി മാറും. അത് വളരും, അതിനകത്തൊരു അത്ഭുതം കണ്ടിരിക്കും. വിശ്വസിക്കുന്ന ഒരാമീൻ പറഞ്ഞ് ഈ ദൈവശബ്ദത്തെ ഈ മിനിറ്റുകളിൽ ഏറ്റെടുക്കാം. അതിശക്തമായാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മിനിറ്റിൽ സംസാരിക്കുന്നത്. ആരുടെയൊക്കെയോ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമായി, ദൈവപ്രവൃത്തിയുടെ സമയമായി, അധികം വേദനയും അധികം നിരാശയും അധികം കുത്തുവാക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറി മാറി ഈ നാളുകൾ കേൾക്കുന്നെങ്കിൽ നിങ്ങളെ തേടി വിടുതലും ഏറ്റവും അടുത്തിരിക്കുന്നു. അതൊരു ഈ കണ്ണുനീരുകളും ഈ വേദനകളെല്ലാം ഒരു അത്ഭുതത്തിന്റെ വിത്തായി വരുന്ന ദിവസങ്ങളിൽ എൻ്റെ ദൈവം മാറ്റിയിരിക്കും. ഒറ്റ കാര്യം ചെയ്യുക, ഓടി വന്ന കംപ്ലൈന്റ് പറയാതെ ആ പെയിൻഫുൾ സിറ്റുവേഷനിൽ ദൈവസന്നിധിയിൽ ഹൃദയത്തെ നമ്മൾ പകരുക. ഹൃദയത്തിൽ എന്നിട്ട് അത് മാത്രമല്ല, ഒരു നന്ദിയുടെ സൂചമായി, കർത്താവേ നീ എൻ്റെ വിഷയത്തിൽ എന്നെ ഈ ഒരു ക്രമീകരണത്തിനകത്ത് നീ ഒരു അത്ഭുതം ചെയ്താൽ നാളുകളിൽ അത് അങ്ങയുടെ തിരുനാമ മഹത്വത്തിനായി ഞാൻ മാറ്റും, അല്ലെങ്കിൽ ഞാനത് ചെയ്യും എന്ന നേരുന്ന അനുഭവത്തോടെ ദൈവസന്നിധിയിലേക്ക് എന്നാൽ നിശ്ചയമായി ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, താരോട്ട് വായിക്കുമ്പോൾ അടുത്ത ദൂതന 17-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ, ഈ ഞാൻ മനോവസനുള്ള സ്ത്രീയാ എന്നൊക്കെ ഹല്ലേലൂയ ഹന്ന പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏലി പറയുകയാണ്, മകളെ സമാധാനത്തോട് പൊയ്ക്കൊള്ളുക. സർവശക്തനായ ദൈവം നീ അപേക്ഷ കഴിച്ച പ്രാർത്ഥന ഉത്തരം നിനക്ക് നൽകുമാറാകട്ടെ. പുരോഹിതൻ ബ്ലസ് ചെയ്ത് വിട്ടു. നിന്റെ വേദന എനിക്ക് ആദ്യം കേട്ടപ്പോൾ മനസ്സിലായില്ല. നിന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ നീ വീഞ്ഞു കുടിച്ച് മദ്യപിച്ച് ലഹരി പിടിച്ചെന്നൊക്കെയോ പറയുന്ന പോലെ എനിക്ക് തോന്നിയ, പക്ഷെ നീ ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചതല്ലേ, നീ സമാധാനത്തോടെ ആ പീസോടെ പോകുക. സർവശക്തൻ നിനക്ക് നീ അപേക്ഷിച്ചത് നൽകട്ടെ എന്ന് പറഞ്ഞ് പുരോഹിതൻ ബ്ലസ് ചെയ്തു. ഹല്ലേലൂയ. ഈ നിമിഷവും ഞാൻ നിങ്ങളെ നോക്കി ബ്ലസ് ചെയ്യുകയാണ്, അനുഗ്രഹിക്കുകയാണ്. ഈ ലൈവ് കാണുമ്പോൾ, തുടർന്ന് മിറ്റുകൾ കാണുന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കാം, ഇതുപോലെ ആഗ്രഹിച്ചിരിക്കുന്ന അനുഭവമായിരിക്കാം. ഹൃദയത്തെ പകർന്ന് ദൈവസന്നിധിയിൽ നേർച്ചയോടെ പ്രാർത്ഥിച്ചു. ഒരു ദൈവദാസനിൽ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ആ അപേക്ഷ സൈന്യങ്ങളുടെ യഹോവ നിങ്ങൾക്കായി നിവർത്തിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരോട് ഒരു ദൂത് പറയുന്നു, പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഓർക്കും, അവർക്ക് ദൈവം മറുപടി നൽകിയിരിക്കും. പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഓർക്കും, ഒരു മറുപടി നൽകിയിരിക്കും. 1 ശമൂവേൽ 1:19 വിശുദ്ധ ബൈബിൾ പറയുന്നു, ഹല്ലേലൂയ, അവൾ എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയി. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്നും അവൾ വീട്ടിലേക്ക് പോയി. ബൈബിൾ പറയുന്ന 1:18-19 തിരുവചനം വായിക്കുമ്പോൾ ഇങ്ങനെ അറിയാം, ഹല്ലേലൂയ, അടിയന് കൃപ ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് ആ സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നീട് വാടിയതുമില്ല. വാടിത്തളർന്ന് വിഷമതയോടെ ആഹാരം ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്ന ഒരു സഹോദരിയാണ്. പക്ഷെ ആ വാക്തത്വം കിട്ടിയപ്പോൾ, ആ പ്രോവിഷനെ കിട്ടിയപ്പോൾ, ബലമുള്ളിൽ ദൈവം പകർന്നപ്പോൾ, ഹല്ലേലൂയ, പിന്നെ സന്തോഷത്തോടെ പോയി ആഹാരം കഴിക്കാൻ തുടങ്ങി. സമാധാനത്തോടെ ആ കൃപ ഏറ്റെടുത്ത് ദൈവസന്നിധിയിലേക്ക് പോകും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം, ആലോചന, വചനത്തിൽ കൂടെ, ദൈവദാസന്മാരിൽ കൂടെ, പ്രവചനത്തിൽ കൂടെ, വിഷനിൽ കൂടെ ഒക്കെ ദൈവം ഒന്ന് നമുക്ക് തരുമ്പോൾ അതിനെ ഏറ്റെടുത്ത് പിന്നെ അസ്വസ്ഥപ്പെടാതെ ഇനി ദൈവം ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് വിശ്വസിച്ച് സ്തോത്രം പറഞ്ഞ് നമ്മൾ അതിനെ സ്വീകരിക്കണം. അതിനെ അടുത്ത് ലഭിക്കുന്നവരെ സ്തോത്രം പറഞ്ഞ് ദൈവം തരാൻ പോവുകയാണ്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, തക്ക സമയത്ത് വെളിപ്പെടും എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. 19-ാം വാക്യത്തിൽ പറയുന്ന, വീട്ടിൽ ചെന്നു, ദൈവം അവളെ ഓർത്തു. ഹല്ലേലൂയ. ദൈവം അവളെ ഓർത്ത്. 1 ശമൂവേൽ 1:20 ബൈബിൾ പറയുന്നു, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഹല്ലേലൂയ. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ഒരാണ്ട് കഴിഞ്ഞ് ദൈവം ഓർത്തു, തലമുറ ജനിച്ചു, തലമുറയ്ക്ക് ശമൂവേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ആ കുഞ്ഞ് എന്താ പേര്? ഞാൻ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി, ദൈവത്തോട് ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവം എനിക്ക് തന്നു എന്ന് പറഞ്ഞ് ശമൂവേൽ എന്ന് പേരിട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നോക്കിയൊരു ദൂത് പറയുന്നു, പ്രാർത്ഥന വിഷയം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്ന നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. 136-ാം സങ്കീർത്തനത്തിൽ ഒരു തിരുവചനമുണ്ട്, അവൻ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന
ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ബാഡ്ലി സിറ്റുവേഷൻ, നമ്മുടെ ലോ സ്റ്റേറ്റിൽ, അനുഭവത്തിൽ പലരും നമ്മളെ തള്ളിക്കളയുമ്പോൾ, പലരും നമ്മളെ ഓർക്കാതിരിക്കുമ്പോൾ നമ്മെ ഓർക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നത് പറയും, ദൈവം എന്നെ ഓർക്കും. ഒന്ന് വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ ഭവനത്തിൽ തന്നെ ആ ശബ്ദം കേൾക്കട്ടെ. ദൈവം എന്നെ, എൻ്റെ തലമുറ, എൻ്റെ കുടുംബത്തെ ഓർക്കും. ഹല്ലേലൂയ. ദൈവം എന്നെ ഓർക്കും. വിശ്വസിക്കുന്നവർ ലൈവിൽ ഒന്ന് കമന്റ് ചെയ്ത്, ഹല്ലേലൂയ, ഫേസ്ബുക്കിൽ യൂട്യൂബിൽ കേൾക്കുന്ന ദൈവം എന്നെ ഓർക്കും, ആമേൻ, അല്ലെങ്കിൽ ദൈവം എന്നെ ഓർക്കും എന്നൊന്ന് എഴുതിയിട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഓർക്കും. ദൈവം നിങ്ങളെ ഓർക്കും. താഴ്ചയിൽ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ജീവിതത്തിൻ്റെ താഴ്ചയിൽ, ജീവിതത്തിൻ്റെ വേദനയിൽ, ജീവിതത്തിൻ്റെ പരാജയത്തിൽ, ജീവിതത്തിൻ്റെ ഒറ്റപ്പെടുത്തൽ, ജീവിതത്തിൻ്റെ കാലതാമസങ്ങളുടെ പീരീഡിൽ പലരും മറക്കുമ്പോൾ, പകരം ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മെ ഓർക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറുകളിൽ വിളിച്ചു പറയും. ദൈവം നിങ്ങളെ ഓർക്കും. ഹല്ലേലൂയ. ഓർത്ത് മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ പ്രശ്നം വരുമ്പോൾ, പെയിൻഫുൾ സിറ്റുവേഷനിൽ പരാതി പറയാതെ സ്ഥിരതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം നമ്മെ ഓർക്കുന്നൊരു ടൈമുണ്ട്. അതുവരെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നന്ദി കരയേറ്റി പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിശ്ചയമായി ദൈവം ഓർക്കും. മറക്കുന്ന ദൈവമല്ല. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം മറുപടി നൽകും. യെശയ്യാപ്രവചനം 38-ാം അധ്യായം അതിൻ്റെ 1 മുതൽ പരിശോധിക്കുമ്പോൾ ഹിസ്കിയാവിനെ നമുക്ക് കാണാം. ഹിസ്കിയാവിനെ മരിക്കത്തക്കവണ്ണം ഒരു രോഗം പിടിച്ചു. ഒരു പെട്ടെന്നൊരു സൗഖ്യത്തിലേക്ക് വരാത്ത മരിക്കത്തക്കവണ്ണം രോഗം ഹിസ്കിയാവിനെ പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാപ്രവാചകനെ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഹിസ്കിയാവിൻ്റെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് പറയാം, നിന്റെ ഗ്രഹകാര്യങ്ങൾ വേഗത്തിൽ ക്രമീകരണം ചെയ്യുക. കാരണം ഓർഡർ ആക്കേണ്ട, ലൈഫിൽ ഓർഡർ ആക്കേണ്ടതല്ല, ഓർഡർ ആക്കിക്കോ. നീ മരിച്ചു പോവും. ഇപ്പോൾ നിനക്ക് പിടിച്ച രോഗമുണ്ടല്ലോ, അത് സൗഖ്യമാകത്തില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് ആമോസിന്റെ മകനായ യെശയ്യാപ്രവാചകൻ ഹിസ്കിയാവിന്റെ അടുത്ത് വന്ന് പറയുകയാണ്. ഹിസ്കിയാവേ, നിനക്ക് പിടിച്ച ആ രോഗം ഉണ്ടല്ലോ, അത് ഇനി ഇങ്ങോട്ട് സൗഖ്യമാവാൻ പോകുന്നില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ക്രമീകരിക്കാനുണ്ടെങ്കിൽ ക്രമീകരിച്ചോ എന്ന് ദൈവത്തിന്റെ ആലോചന യെശയ്യാപ്രവാചകൻ വിളിച്ചു വന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ നോക്കിയോണം, ഇത് കേട്ട ഉടനെ ഹിസ്കിയാവ് എന്താ ചെയ്യുക? ദൈവത്തിന്റെ ശബ്ദമാണ്, പ്രവാചകനാവെന്ന് പറഞ്ഞ്. ഇത് കേട്ട ഉടനെ യെശയ്യാവ് 38:2 തിരുവചനം ഇങ്ങനെ പറയുന്നു, ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ചു കർത്താവിനോട് പ്രാർത്ഥിച്ചു. മറ്റെല്ലാം മാറ്റിവെച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ വിശ്വസ്തയോടെ ഏകാദ ഹൃദയത്തോടെ തിരുമുമ്പിൽ നടന്നതും നിനക്ക് ഇതുവരെയും പ്രസാദമായി ചെയ്തതൊക്കെ നീ ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. നീ തീർന്നു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് എന്താ ചെയ്യുന്നറിയാം? ചുമര നേരെ നിന്ന്, കർത്താവേ, ഞാൻ നിഷ്കളങ്കയോടും നടന്നത്, നിനക്ക് വേണ്ടി ചെയ്തത് നീ മറക്കത്തില്ലല്ലോ, നീ ഓർക്കുമല്ലോ എന്ന് പറഞ്ഞ്, നീ ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓർക്കുന്ന, നമ്മളെ റിമെമ്പർ ചെയ്യുന്ന ഒരു ദൈവം ഉണ്ട്. ആരോടൊക്കെയോ ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറുകളിൽ വിളിച്ചു പറയുന്നു, നിങ്ങളെ, നിങ്ങളുടെ കൂടാരത്തെ, നിങ്ങളുടെ ഭാവിയെ, നിങ്ങളുടെ തലമുറയെ, നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെ ഓർക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയ. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, കർത്താവേ ഓർക്കണമേ, ഹല്ലേലൂയ, ഓർക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തൻ്റെ ആലോചന വീണ്ടും പുതുക്കി പറയുകയാണ്. ഹല്ലേലൂയ. ദൈവം, ഹല്ലേലൂയ, ഈ ദൂത് പറഞ്ഞ് തിരിച്ചുപോയ യെശയ്യാപ്രവാചകനോട് ദൈവം പറയാണ്, നീ ഹിസ്കിയാവിനോട് വീണ്ടും ചെന്ന് പറയണം, ഹല്ലേലൂയ, നിന്റെ പിതാവായ ദാവീദിന്റെ പിതാവായ ദൈവം, ഹല്ലേലൂയ, അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട്, ഹല്ലേലൂയ, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, നിന്റെ ആയുസ്സിനോട് ഞാൻ 15 സംവത്സരം നീട്ടും. നിന്റെ ദൈവം, നിന്റെ പിതാക്കന്മാരുടെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു, ഓർത്തിരിക്കുന്നു, നിന്റെ ആയുസ്സിനെ നീട്ടിത്തരും. അപ്പം തൊട്ട് മുമ്പേ കേട്ടത് എന്താ? ഈ ദീനം സൗഖ്യമാകത്തില്ല, ഗ്രഹകാര്യം ക്രമീകരിക്കാം. പക്ഷെ പ്രാർത്ഥന മുമ്പിൽ ദൈവം ഓർത്ത് ആയുസ്സിനെ ഒന്ന് നീട്ടിക്കൊടുത്തു. ചില മുന്നോട്ടം ദൈവം ഒരു ക്രമീകരണത്തെ വീണ്ടും ചെയ്തു കൊടുത്തു. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഹന്നായെ ഓർത്ത് ഒരു വിടുതൽ ചെയ്തെങ്കിൽ എൻ്റെ ദൈവം നിങ്ങളെ ഓർത്ത് നിശ്ചയമായി നിങ്ങൾക്കായി, നിങ്ങളുടെ കുടുംബത്തിനായി, നിങ്ങളുടെ തലമുറയ്ക്കായി എൻ്റെ കർത്താവ് അത്ഭുതത്തെ ചെയ്തിരിക്കും. ഹല്ലേലൂയ. വേദനയായിരിക്കുന്ന അനുഭവങ്ങളെ ദൈവം ഓർത്തു എന്ന് പല പ്രാവശ്യം വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം 2:24, പുറപ്പാട് 2:24 ദൈവത്തിൻ്റെ വചനം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ദൈവം അവരുടെ രോദനം കേട്ടു. ഇസ്രായേൽ ജനത്തിൻ്റെ നീണ്ട 400 വർഷം അടിമത്തത്തിൽ മിസ്രൈമിലായിരുന്നു. ദൈവം അവിടെ ദീനരോദനം കേട്ടു. അബ്രാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടുമുള്ള തൻ്റെ ഉടമ്പടിയെ അവിടുന്ന് ഓർത്ത്. ആ നിലവിളി പൊങ്ങിയപ്പോൾ
ആ കഷ്ടതയിലാണ്, അടിമത്തത്തിലാണ്. ദൈവം അവരെ ഓർത്തു. 2-ാം അധ്യായത്തിൽ അത് പറയുമ്പോൾ 3-ാം അധ്യായത്തിൽ മോശയുടെ മുമ്പിൽ ഇറങ്ങി ദൈവം പറയുന്നു, ഞാൻ അവരെ ഓർത്തിരിക്കുന്നു, അവരുടെ കഷ്ടത കണ്ടിരിക്കുന്നു, വേദനകളും സങ്കടങ്ങളും അറിയുന്നു. ഞാൻ അവരെ വിടിവിച്ച് പാലും തേനും ഒരുക്കുന്ന വലുതും വിശാലമായ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണെന്ന് ഇറങ്ങി വന്ന് ദൂത് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് അനുഭവങ്ങളായിക്കോട്ടെ, ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്ത് അനുഭവം ആയിക്കോട്ടെ, അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിച്ചു, ഹന്നയ്ക്ക് വേദന ഉണ്ടായിരുന്നു, കളിയാക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഓടി എവിടെ വന്നു? ദേവാലയത്തിൽ വന്നു. ദേവാലയത്തിൽ വന്ന് ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചു. തകർന്ന മകൾ ഹൃദയത്തെ പകർന്ന് പ്രാർത്ഥിച്ചു. അടിച്ചത് എന്താണെന്ന് അറിയാമോ? അത് മാത്രമല്ല, ദൈവം നന്മ ചെയ്താൽ, പിന്നെ ഒരു പെട്ടെന്നൊരു വിടുതലിന് വേണ്ടി മാത്രമല്ല, ദൈവം ഒരു നന്മ ചെയ്താൽ ഞാൻ എന്നും ഓർക്കും, അത് ദൈവനാമ മഹത്വത്തിനായിരിക്കുമെന്ന് പറഞ്ഞ്, ദൈവം എനിക്ക് ഇന്നത് ചെയ്താൽ ഞാനൊരു നന്മ അങ്ങോട്ട് തിരിച്ചു ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ഡെഡിക്കേഷനെ ദൈവം ചെയ്യും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാമോ? ഹല്ലേലൂയ, എൻ്റെ ദൈവം എൻ്റെ ഇന്ന വിഷയത്തിൽ, എൻ്റെ തലമുറ വിഷയത്തിൽ, എൻ്റെ ഭാവിയിൽ ഇന്നൊരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ മറക്കത്തില്ല. കർത്താവെ, അതിൻ്റെ ഓർമ്മയായി, നന്ദി സൂചകമായി ഞാൻ ഇന്നൊരു കാര്യം ദൈവരാജ്യത്തിനായി, ദൈവനാമ മഹത്വത്തിനായി ഞാൻ അത് ചെയ്യും എന്നൊരു നേർച്ച പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിശ്ചയമായി ദൈവം മറക്കത്തില്ല. നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അത് തന്നെ എസ്കേവ് പ്രാർത്ഥന, കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു, നിന്റെ ദൈവസനം നടന്നതും നീ ഓർക്കണമേ. ദൈവം ഓർത്തു, ഹന്നായി ഓർത്തു. ഒരു ശമൂവേൽ തലമുറയെ ദൈവം കൊടുത്തു. എന്നിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 25 മുതൽ 28 വരെ പരിശോധിക്കുമ്പോൾ, ഈ നന്മ കിട്ടിയപ്പോൾ, അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ, കിട്ടുന്നതിന് മുമ്പ് നേർന്നു, പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ആലയത്തിൽ വന്ന് ആ തലമുറയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് കാണാം. ഹല്ലേലൂയ. 1:27 മുതൽ വന്നിട്ട് ഹല്ലേലൂയ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. പുരോഹിതൻ പറഞ്ഞു, യജമാനനെ, ഈ ബാലനായിട്ടല്ലോ ഞാൻ പ്രാർത്ഥിച്ചത്, യഹോവയോട് അപേക്ഷിച്ചു, അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു, ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു, അവൻ ജീവപര്യന്തം കർത്താവിന് ഡെഡിക്കേറ്റഡായി സമർപ്പിക്കും എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. വിടുതൽ കിട്ടിയപ്പോൾ ഹല്ലേലൂയ വെറുതെ ഇരുന്നില്ല, പകരം കിട്ടിയ വിടുതലെ ഓർത്ത് ദൈവത്തിന് മഹത്വപ്പെടുത്തി നന്ദി സൂചകമായി എന്താണോ അവൾ നേർന്നത് അത് ദൈവസന്നിധിയിൽ അവള് കൊടുത്തരട വന്നു. പക്ഷെ പലപ്പോഴും പല ദൈവമക്കൾക്കും പറ്റുന്ന അബദ്ധമാണ്. ദൈവം ഒരു വിടുതൽ തന്ന് ഒരു ദൈവപ്രവൃത്തിയൊക്കെ ചെയ്തു കഴിയുമ്പോൾ പിന്നെ നേർന്നതും ഞാൻ ദൈവനാമത്തിന് ചെയ്യാമെന്നും കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞത് പിന്നീട് പലരും മറന്നുപോകും. പക്ഷേ ഹല്ലേലൂയ, ഹന്ന മറന്നില്ല. ദൈവം എന്താണോ തന്നെ, ഞാൻ ദൈവത്തോട് എന്ത് പ്രതിജ്ഞയാണോ പറഞ്ഞത്, എന്താണോ ചെയ്യാന്ന് പറഞ്ഞത്, അതിനെ നേർന്നതിനെ, ആ ഡെഡിക്കേറ്റ് എന്താണോ ചെയ്തത് അത് ചെയ്യുവാൻ ദൈവം ഹല്ലേലൂയ സഹായിച്ചു. അത് അവളൊരു തീരുമാനമെടുത്തു. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ കർത്താവിനെ വേണ്ടി ചെയ്യ്. നിശ്ചയമായി നമ്മുടെ ജീവിതത്തിനും അത് നമ്മുടെ തലമുറകൾക്കും അത് അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. അതിൻ്റെ 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് 2-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ ഞാനൊരു ദൂത് പറയാം. കരയാൻ, വേദനപ്പെടാൻ ഒരു സമയമുണ്ടെങ്കിൽ നിനക്ക് സന്തോഷിപ്പാൻ ദൈവം ഒരു ടൈം വെച്ചിട്ടുണ്ട്. ഇന്നകളിലെ പെയിനുകൾ, വേദനകൾ, കണ്ണുനീരുകൾ ഒരു സീഡാ, നാളുകളുടെ അത്ഭുതങ്ങൾ ആയി മാറുന്നതിൻ്റെ ഒരു സീഡാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പിറുപിറുക്കാതെ പകരം ആ സീഡ് ദൈവസന്നിധിയിലേക്ക് ഇട്. ആ കരച്ചിലുകൾ, ആ വേദനകൾ നാളെ ഒരു കൊയ്ത്തായി, നാളെ ഒരു അത്ഭുതമായി എൻ്റെ ദൈവം നിശ്ചയമായി മാറ്റിയിരിക്കും. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ മനോവസനത്തോടെ കരഞ്ഞ് വല്ലാതെ പട്ടിണി കിടന്ന് ആലയത്തിൽ വന്നൊരു ഹന്ന. പക്ഷെ ഇപ്പോൾ 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ബൈബിൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, തുറന്നു നോക്കണം പ്രിയപ്പെട്ടവരെ. ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞെന്നാൽ, ഹല്ലേലൂയ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് പറയാ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. 1-ാം അധ്യായത്തിൽ പറഞ്ഞ ഞാൻ മനോവസനമുള്ള സ്ത്രീ, ഹല്ലേലൂയ, ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ എൻ്റെ ഹൃദയ യഹോവയിൽ ആനന്ദിച്ചിരിക്കുന്നു. എൻ്റെ കൊമ്പ് യഹോവയാൽ എൻ്റെ കർത്താവിനായി ഉയർന്നിരിക്കുന്നു. എൻ്റെ വായ് ശത്രുവിനെ വിശാലമായിരിക്കുന്നു. നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇപ്പൊ എൻ്റെ കൊമ്പ് ഉയർന്നിരിക്കുന്നു, എൻ്റെ തല ഉയർന്നിരിക്കുന്നു, എനിക്ക് ജയം അനുഭവിക്കുന്നു. മറ്റേ തലതാഴ്ചകളായി, ലജ്ജിതനായി, കുത്തുവാക്ക് കേട്ട്
ആലയത്തിൽ വന്ന് മനോവസനത്തോടെ ഇരുന്ന ഞാൻ ഇന്ന് തല ഉയർത്തി വായെ തുറന്ന് സർവശക്തൻ എനിക്ക് വലിയ ചെയ്തെന്ന് പറയത്തക്കവണ്ണം ഓടി ദൈവസന്നിധിയിൽ വന്ന് ഹല്ലേലൂയ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം അവസരമൊരുക്കി. ഇന്നെൻ്റെ ശബ്ദം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇതുപോലെ തലകളെ ഉയർത്തി സന്തോഷത്തോടെ അതരം തുറന്ന് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം നിന്റെ വായിക്കും നന്മ കൊണ്ട് ദൈവം തൃപ്തി വരുത്തും. സാക്ഷ്യം പറയത്തക്കവണ്ണം ഈ കഴിഞ്ഞ നാളുകളിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനും ദൈവം മറുപടി തരും. അതിൻ്റെ അകത്തൊരു അത്ഭുതം ദൈവം ചെയ്യും. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞ് ഈ ദൂതനെ ഏറ്റെടുത്ത് ഷഖബല ഹശതന ഇത് പറയുമ്പോൾ തന്നെ ഒരു വലിയ ദൈവ സാന്നിധ്യം ആരുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വെറുതാവല്ല നിങ്ങൾ കേൾക്കുന്നത്, വെരി പവർഫുൾ പ്രോഫറ്റിക്കൽ മെസ്സേജ് ആണ്. ആരുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോവുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. നീ തലതാഴ്ത്തിയ, നീ കണ്ണീര് കണ്ട, നീ വേദന കണ്ട വിഷയത്തിന് നിന്റെ തലയെ ഉയർത്തുന്ന ദിവസങ്ങൾ എൻ്റെ ദൈവം നിശ്ചയമായി ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഇതുപോലെ ഹന്ന സന്തോഷം പോലെ നിങ്ങളുടെ പേഴ്സണൽ വിഷയമാകാം, നിങ്ങളുടെ തലമുറയുടെ വിഷയമാകാം, അവിടെ തല ഉയർത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എത്ര ഗെറ്റ് റെഡി, നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് റെഡി ആയിക്കോ. ഈ ദിവസങ്ങളിൽ ദൈവം അത് ചെയ്യാമോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഹല്ലേലൂയ നിങ്ങൾ ഇതൊന്ന് പ്രാപിത്യമാക്കാമോ? എത്ര വേദന കണ്ടാലും എത്ര പ്രതിസന്ധിയിലും പിറുപിറുത്ത് ദൈവത്തിൽ നിന്ന് ഓടിപ്പോവുകയല്ല, പകരം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സ്ഥിരതയോടെ അടുത്തു വരിക, ഹൃദയം ദൈവസന്നിധിയിൽ പകരുക. പകരം എന്നിട്ട് എന്തു ചെയ്യണം? ഒരു നേർച്ച പോലെ ഡെഡിക്കേഷൻ ചെയ്യുക. കർത്താവേ, നീ എനിക്കിത് ചെയ്തു തന്നാൽ, ഇതെന്റെ ജീവിതത്തിൽ അത്ഭുതം അങ്ങ് ചെയ്താൽ ഞാൻ ഇനി മറക്കത്തില്ല. പകരം ദൈവനാമത്തിനായി ഞാൻ ഇത് ചെയ്യും, ദൈവനാമ മഹത്വത്തിനായി ഞാൻ ഇത് ചെയ്യുമെന്നൊരു ഉറച്ച തീരുമാനം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തുണ്ടെങ്കിൽ ഓർക്കുന്ന ദൈവം അധികം താമസിക്കാതെ ഹന്നായെ ഓർത്ത ദൈവം, ഇസ്രായേൽ ജനത്തെ വേദനയിൽ കയ്പിൽ ഓർത്ത ദൈവം, ഹിസ്കിയാവിനെ ഡെഡ്ലൈൻ പറഞ്ഞതിൽ നിന്നും വീണ്ടും ഓർത്ത് തന്റെ ആയുസ്സിനോട് ദിവസങ്ങളെ കൂട്ടിയ ദൈവം നിങ്ങൾക്കായി പ്രവർത്തിച്ചിരിക്കും. ആമേൻ. ഹല്ലേലൂയ. കണ്ണീരോടെ നിനക്കാലയത്തിൽ വരാൻ പ്രാർത്ഥിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ ഹൃദയം സന്തോഷിച്ച് തല ഉയർത്തി വരാൻ അടുത്തൊരു ദിവസം, അടുത്ത നാളുകൾ, വരുന്ന വർഷം ദൈവം വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ കണ്ണുനീരോടെ അല്ലെങ്കിൽ ഈ നാളുകളിൽ കണ്ണുനീരോടായിരിക്കുന്നെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങൾ, വരാൻ പോകുന്ന മാസങ്ങൾ നിന്റെ തല ഉയർത്തി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ദിസ് ഈസ് പ്രോഫറ്റിക്കൽ. വിശ്വസിച്ച് ആമീൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഹല്ലേലൂയ. അനേക കുടുംബങ്ങളോട്, നൂറുകണക്കിന് ആൾക്കാരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇപ്പോൾ മാത്രമല്ല, തുടർന്ന മിനിറ്റുകൾ ഈ മെസ്സേജുകൾ നിങ്ങൾ വീണ്ടും കാണുമ്പോൾ, അനേകരിലേക്ക് ഇത് ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവിൻ്റെ പ്രവൃത്തി യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഭവിക്കുകയാണ്. ഞാൻ ഒരു ദൂത് പറയാൻ പോകാം കേട്ടോ. എൻ്റെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കേൾക്കുന്ന നൂറുകണക്കിന് ആൾക്കാരോട് ഇപ്പോൾ തന്നെ ലൈവായിട്ട് ഞാനൊരു ദൂത് പറയാം. ഈ ദൂതിനെ നിങ്ങളൊന്ന് സ്വീകരിക്കണം. ഹല്ലേലൂയ. ഇത് ഏറ്റെടുത്ത് ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എന്ത് വിഷയത്തിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചൊരു വിടുതൽ കിട്ടിയതിന് നന്ദി സൂചകമായി നിങ്ങൾ നേർന്നതുണ്ടല്ലോ, ഡെഡിക്കേറ്റ് ചെയ്തുണ്ടല്ലോ, അത് ദൈവസന്നിധി സമർപ്പിച്ചാൽ അവിടെ വേറൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. എന്തു നീ കൊടുക്കുന്നോ അതിന്റെ ഇരട്ടിയായി ദൈവം മാനിച്ചിരിക്കും. ഹല്ലേലൂയ. ആകെക്കൂടി ഒരു തലമുറയെ ഉള്ളായിരുന്നു, അതിനാ വേണ്ടി ചോദിച്ചത്. പക്ഷെ ദൈവം നന്മ കിട്ടിയപ്പോൾ മറന്നില്ല, അതിനെ തന്നെ ദൈവസന്നിധി കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്തു. ദൈവസന്നിധി ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 20-21 വാക്യം വായിക്കുമ്പോൾ ഏലി ആ പുരോഹിതൻ പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ആദ്യം ഏലി പ്രാർത്ഥന കേട്ടു, മനോവസനത്തോടുള്ള പ്രാർത്ഥന കേട്ടു. പിന്നീട് ആ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ആ കിട്ടിയ വിടുതലെ ഡെഡിക്കേറ്റ് ചെയ്തത്, നിവേദിക്കുന്നത് ഏലി കണ്ടു. ഇതെല്ലാം കണ്ടിട്ട് ഏലി പറയുന്നുണ്ട്, 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 20-21 ഇങ്ങനെ പറയുന്നു, ഏലി എൽക്കാനി അവന്റെ ഭാര്യയായ ഹന്നായെ ബ്ലസ് ചെയ്തു. വീണ്ടും ഏലി എന്ത് ചെയ്തു? പുരോഹിതൻ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഈ സ്ത്രീ യഹോവയ്ക്ക് നിവേദിച്ചതിന് പകരം നീ എന്താണോ ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്ത്, അതിന് പകരം യഹോവ അവളിൽ നിന്നും വീണ്ടും നിനക്ക് സന്തതിയെ തരുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോയി. 21 പറയുന്നു, ദൈവം ഹന്നായെ കടാക്ഷിച്ചു. ഗോഡ് യഹോവ വിസിറ്റഡ് ഹന്നായെ കടാക്ഷിച്ചു. വീണ്ടും ദൈവ സന്നിധി ഗർഭം ധരിച്ചു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും വീണ്ടും അവൾ പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. എന്താണോ ഡെഡിക്കേറ്റ് ചെയ്ത ഒന്നാ ചെയ്തത്, പകരം അനേക ഇരട്ടിയായി ദൈവം കൊടുത്തു മാനിച്ചു. ഇന്ന് ഈ മിനിറ്റുകളിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാണ്. എന്താണോ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, എന്താണോ ദൈവസന്നിധിയിൽ കൊടുക്കുന്നത്, അതൊരിക്കലും ദൈവം മറന്നു കളയത്തില്ല. അതിൻ്റെ ഇരട്ടിയായി ദൈവം ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവസന്നിധിയിൽ നിവേദിച്ചത്, ദൈവസന്നിധിയിൽ ഡെഡിക്കേറ്റ് ചെയ്തത്, നേർന്നത് എന്തെങ്കിലും ഉണ്ടല്ലോ
മറക്കല്ല. കർത്താവിന് അത് കൊടുക്കുക. ദൈവനാമ മഹത്വത്തിനായി, യേശുവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി അത് ചെയ്യ്. ദൈവം അത് മാനിച്ചിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് ചോദിക്കുന്നവരോട് ഒരു ദൂതാണ് പറയുന്നത്. നീ കൊടുത്തതിന്റെ അപ്പുറത്ത് ദൈവം വീണ്ടും മാനിക്കും. ഇന്നൊരു ദൈവദാസ നിലയിൽ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യാണ്. അങ്ങനെ എന്തെങ്കിലും ദൈവത്തിനായി, ദൈവനാമത്തിനായി നിവേദിച്ചത്, ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറായ ഒരു അഭിഷക്തൻ നിലയിൽ, ഒരു ഹല്ലേലൂയ ഇടയ ശുശ്രൂഷ നിലയിൽ, ഒരു പ്രവാചക നിലയിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അത് വർദ്ധിച്ചു വരട്ടെ. എന്ത് ദൈവസന്നിധിയിൽ കൊടുത്തോ അതിന് അനേക ഇരട്ടിയായി ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ദൈവത്തിന്റെ മഹത്വം കരയറ്റുന്നു. ഇന്നൊരു തീരുമാനമെടുക്കാമോ? അങ്ങനെ ദൈവസന്നിധിയിലേക്ക് വന്നാൽ നിശ്ചയമായി ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒരു ദൂതൂടെ പറഞ്ഞ് തുടർന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ലൈവായിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നിങ്ങളുടെ പ്രയർ സബ്ജക്റ്റിൽ അയക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നൊരു വ്യത്യസ്തമായ ഒരു ആത്മാവിന്റെ ചലനമാണ് ഇതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം നിങ്ങളെ ഓർത്തൊരു വിടുതലിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നേർന്നതിനെ ദൈവസന്നിധിയിൽ കൊടുത്തു. നാളുകളായി പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ശൗമേൽ എന്ന് പറയുന്ന മകനെ ദൈവം കൊടുത്തു. അവ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ആ ശൗമേലിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. അവർ സാധാ കുഞ്ഞായി അല്ല തീർന്നത്. ആലയത്തിൽ ഒരു സാധാ കുഞ്ഞായി മാത്രമല്ല വളർന്നത്. അതാ 3:19 തൊട്ട് ഇന്ന് വായിച്ച ദൂത് എന്ന ശൗമേൽ വളർന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ വചനങ്ങളൊന്നും നിഷ്ഫലമായില്ല. ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ദൈവത്തിന്റെ പ്രവാചകനായി എൻ്റെ ദൈവം ആ തലമുറയെ മാറ്റി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ചും കാത്തിരുന്നും ദൈവത്തിന് കൊടുത്തു ഒന്നും വൃഥാവാകത്തില്ല. മാനിക്കുന്ന ദൈവമുണ്ട്. ആ തലമുറയെ മാനിച്ച് ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ട്, ഏത് വിഷയത്തിലാണോ കയ്പും കുത്തുവാക്കും ഒക്കെ കണ്ടത് കേട്ടത്, അതേ വിഷയത്തിൽ ദൈവം മാനിച്ചു. പ്രൈവറ്റായി വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് പബ്ലിക്കായി ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പബ്ലിക്കായി ഒരു റിസൾട്ട്, വിടുതൽ എൻ്റെ ദൈവം ചെയ്തിരിക്കും. പ്രൈവറ്റായി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്, അതിനൊരു പബ്ലിക്കായി മാന്യതയുടെ ഒരു റിസൾട്ട് എൻ്റെ ദൈവം നിശ്ചയമായി ചെയ്തിരിക്കും. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ശമൂവേൽ പ്രവാചകന്റെ കൂടെ നിന്ന് ദൈവം അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്തെ ലാസ്റ്റ് പറഞ്ഞ എന്താണ്? ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, യുഗാന്ത്യ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഐ ആം ആൾവേസ് വിത്ത് യു. എപ്പോഴും നിന്റെ കൂടെ ഉണ്ടെന്നാ പറയാം. യെശയ്യാവ് 41:10 തിരുവചനം എന്താ പറയുന്നതെന്നറിയോ പ്രിയപ്പെട്ടവരെ? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ഈ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഒരിക്കൽ കൂടെ പറയുന്നു, നീ ഭയപ്പെടേണ്ട, കർത്താവ് നിന്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, അവൻ നിന്റെ ദൈവമാകുന്നു. അവൻ നിന്നെ ശക്തീകരിക്കും, അവൻ നിന്നെ സഹായിക്കും. അവൻ്റെ നീതിയുടെ വലം കൈ നിന്നെ താങ്ങും. നിന്നെ ശക്തീകരിച്ച് ബലപ്പെടുത്തി നിന്നെ താങ്ങുന്നൊരു കരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഹന്നയുടെ ഈ അനുഭവം നമുക്കൊരു ശക്തമായ ദൂതാണ്. ഏത് പെയിൻഫുൾ അവസ്ഥയാണോ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുക, ഒരു നേർച്ച ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയം വരെ ആശ്രയിച്ച് സ്തോത്രം പറഞ്ഞ് ദൈവസന്നിധിയിലായിരിക്കുക. ദൈവം വിടുതൽ ചെയ്യും. ഓർക്കുമ്പോൾ ആ വിടുതൽ കിട്ടുക, പിന്നെ മറന്നു കളയരുത്. എന്താണോ ആ കിട്ടിയ നന്മയെ ദൈവസന്നിധിയിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കരയറ്റുക, ആരാധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതത്തെ എൻ്റെ കർത്താവ് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഹല്ലേലൂയ കോമൺ ആയി പ്രാർത്ഥിക്കാൻ പോയാണ്. ഈ മെസ്സേജിന് മുമ്പിൽ നിങ്ങൾക്കൊന്ന് സമർപ്പിക്കാമോ? നിങ്ങളുടെ വിഷയത്തെ സമർപ്പിക്കാമോ? മനോവസനമുള്ളവളെ ഹല്ലേലൂയ മാന്യതയാക്കി മാറ്റുന്ന ദൈവം, തലയോർത്തുന്ന ദൈവം, നമ്മളെ ഓർക്കുന്ന ദൈവം നിങ്ങളെ, നിങ്ങളുടെ വിഷയത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിശ്ചയമായും ഓർക്കാൻ പോവാണ്. ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. അതിനുശേഷം നമുക്ക് വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി ലൈവായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിയോഗത്തോടെ ഈ ശബ്ദം ഈ മിനിറ്റുകളും തുടർന്ന മിനിറ്റുകളും കേൾക്കാൻ പോകുന്ന ഇവരുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം അത്ഭുത വിടുതലിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. കർത്താവ്, ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തെ തകർച്ചകൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് എൻ്റെ ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരെ
അനുഗ്രഹിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണം. ഹന്നയെ മാനിച്ച പോലെ മാനിക്കണം, തലമുറകളെ മാനിക്കണം, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ നിരാശിക്കാത്ത കടന്നു വന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. നിരാശകൾ മാറട്ടെ കർത്താവേ. മനസ്സ് തകർന്നിരിക്കുന്നവരെ ദൈവം വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സുകളുടെ മുറിവുകളെ ദൈവം കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളുകളായി കെട്ടപ്പെട്ട ചില വിഷയങ്ങളുണ്ടല്ലോ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി കർത്താവേ അവർക്കൊരു ഭയങ്കര വിടുതൽ ദൈവം ഹല്ലേലൂയ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു. സമാധാനമില്ലാത്ത സമാധാനം കൊടുക്കണം. തലമുറ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്നവർ ജോലി ലഭിക്കട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ കർത്താവേ. അവരുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരട്ടെ. ജോലി ഇല്ലാത്തവർക്ക് ജോലി ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ മാറ്റം കർത്താവ് കൊടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.